നമുക്ക് ജീവൻ നൽകിയ ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തുകയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി നിസ്വാർത്ഥമായി ജീവിക്കുന്നതുമാണ് പ്രധാന കാര്യമെന്ന് ഗോവ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി നോമ്പ് കാലത്തിൻ്റെ ആരംഭത്തിൽ ചരിത്രപ്രസിദ്ധമായ സാൻഗലെ ദേവാലയത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടന വേളയിലാണ് കർദിനാൾ ഇപ്രകാരം പറഞ്ഞത്. നാം എല്ലാവരും ഈ ലോകത്തിലെ തീർത്ഥാടകരാണ്. ജനിക്കുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവരുന്നില്ല, മരിച്ചതിന് ശേഷം ഒന്നും തിരികെ കൊണ്ടുപോകുന്നില്ലെന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചു. ഭവാർദ്ധി യാത്ര എന്നറിയപ്പെടുന്ന തീർത്ഥാടനം പുലർച്ചെ 2 മണിക്ക് പുറപ്പെട്ട് അതിരൂപതയുടെ വിവിധ ഇടവകളിലൂടെ 10 കിലോമീറ്റർ സഞ്ചരിച്ച് 5 മണിക്ക് സാൻകൊലയിൽ എത്തിച്ചേരുന്നു. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും ആഘോഷമായ പരിശുദ്ധ കുർബാനയും നടന്നു. പുരോഹിതന്മാർ, നിരവധി വിശ്വാസികൾ, മറ്റിതര മതവിശ്വാസികൾ എന്നിവരോടൊപ്പം കാൽനടയായി കർദിനാൾ ഫിലിപ്പ് നേരിയും തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. ഇതര മതസ്ഥരും ഈ തീർത്ഥാടനത്തിൽ പങ്കെടുത്ത് തങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ചത് ഗോവക്കാർക്കിടയിലുള്ള പുരാതന ഐക്യം പുറത്തു കൊണ്ടുവരുന്ന അവസരമായി മാറി. സാൻകൊലെ തീർത്ഥാടന കേന്ദ്രം ഗോവക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ വെച്ചാണ് വിശുദ്ധ ജോസഫ് വാസിന് ദൈവിക ദർശനം ലഭിച്ചതും പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടതും. അതിനുശേഷമാണ് ദൈവവേലയ്ക്കായി 1677 കാൽനടയായി തൻ്റെ യാത്ര ആരംഭിച്ച് കർണാടക, തമിഴ്നാട്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ എത്തിയതും.